ഹായ് ഫ്രണ്ട്സ്, ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന പനീർ കൊണ്ടൊരു ബിരിയാണിയാണ്. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട്. അപ്പം അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ബിരിയാണിയിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതിനാദ്യം മസാല നമുക്ക് പരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക, കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് പട്ടയും കറാമ്പും ഏലക്കായും ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബിരിയാണി റൈസാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം കുറച്ച് വറുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം 4.5 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊരു 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. അത് നല്ല വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ്. അപ്പോൾ അതും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ 1 വിസിൽ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ചോറ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ പനീർ ഇതിനകത്തേക്ക് ഇട്ടു. പനീർ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചോറ് റെഡിയായോ നോക്കാം നമുക്ക്. അപ്പോൾ ചോറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ഒരു 10 മിനിറ്റ് തുറന്നിട്ട് തന്നെ വെക്കണം. കുക്കറിലായതുകൊണ്ട് നമ്മൾ ആ നേരത്തെ തന്നെ ഇളക്കാൻ പാടില്ല, ചോറെല്ലാം പൊട്ടിപ്പോവും. അപ്പം നമുക്കിത് ഒരു 10 മിനിറ്റ് തുറന്നിട്ട് വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ടേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ളത്. ഇത് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളി നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കഷ്ണം ഇഞ്ചി ചതച്ചതും
ഒരു 3-5 വെളുത്തുള്ളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ല അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തു. ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ചെറുനാരങ്ങൻ്റെ ജ്യൂസ് കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. ഇനി നമുക്കിത് ചോറ് മസാലയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലുള്ള ചോറ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറും മസാലയും കൂടെ നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ടൊന്ന് ദമ്മ് കയറ്റാം. അപ്പോൾ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ടിയിട്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. ഇത് വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ നിറമാകുന്നതോടെ നമുക്ക് വാട്ടി ചേർക്കാം. അപ്പോൾ സവാളയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും കൂടെ നമുക്കിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീറും വെജിറ്റബിൾസും ഒക്കെ ചേർന്ന അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടി എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രണ്ട്സ്.